ഇത് സ്കൂഡ സൂപ്പർബാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. വോക്സ് വാഗൻ്റെ ഒക്കെ അതേ കീ പോലെ തന്നെ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു കീ ആണ് വരുന്നത്. ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു ഓടിക്കുന്നത്. നല്ല സൂപ്പറാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. നോക്കി ഇതിൻ്റെ ഗ്രില്ലുകളൊക്കെ കണ്ടോ, അതിൻ്റെ ആ പരമ്പരാഗതമായ ഗ്രില്ലുകളും അതുപോലെ തന്നെ സ്കോഡയുടെ ലോഗോയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ഉണ്ടോ, വളരെ മനോഹരമായി തന്നെയാണ് ചെയ്ത. ഭാഗത്തായിട്ട് സൂപ്പർബ് എന്ന് പറയുന്ന ലെറ്ററൊക്കെ നമുക്ക് കാണുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മുൻഭാഗത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. സൈഡ് പ്രൊഫൈൽ ഇതാണ് വരുന്നത്. വളരെ ലെങ്ത് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിന് നോക്കി നമുക്ക് സൺറൂഫ് ഒക്കെ ഉണ്ട്. ഇത് 2011 ഒരു വെഹിക്കിളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യാം. ഇതാണ് സൂപ്പർബിൻ്റെ ആ ഒരു സീറ്റൊക്കെ കണ്ടോ, വൈറ്റ് കളർ തീമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക കുഷ്യൻ ടൈപ്പ് ഒരു സീറ്റുകളാണൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തിരിക്കാനായി. അതുപോലെ തന്നെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഡോറിലൊരു വാണിംഗ് ലൈറ്റ് കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിൻഭാഗത്തെ സീറ്റുകൾ 3 ഹെഡ് റെസ്റ്റുകളാണുള്ളത്. നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ബട്ട് ഇതിനൊരു കണ്ടൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു മിഡിൽ ഭാഗത്തുള്ള പാർട്ട് നമുക്ക് വളരെ ഹൈറ്റുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് നടുവിലിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റും മറ്റും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നമുക്കിതിന് സൺറൂഫ് വരുന്നുണ്ട്. 2011 വാഹനമാണ്. നമുക്ക് നോക്കി ഈ സൂപ്പർബിൽ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു സൺറൂഫ് ഉണ്ട്. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 93,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 2011 ഇതാണ് ആ സ്കോഡ സൂപ്പർബിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. ഒരു സ്കോഡയുടെ ഒരു ലോഗോയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസ് എല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസിൻ്റെ സ്വിച്ചസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2011 ആ സൂപ്പർബിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു സവിശേഷതയാണ് ഇലക്ട്രിക്കലി സീറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് എല്ലാം ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് എന്ന് പറയാം. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്ലോസി ഫിനിഷോട് കൂടി ഒരു പാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. അതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു മാനുവൽ ഗിയർ എന്ന് പറയുന്നത്.